ആലപ്പുഴയിലേക്ക് വീഴ്ച പറ്റിയത് ആർക്കൊക്കെ? ആലപ്പുഴയിൽ ഗർഭസ്ഥ ശിശുവിന് ഗുരുതര വൈകല്യം കണ്ടെത്തിയില്ലെന്ന പരാതിയിൽ 4 ഡോക്ടേഴ്സിനെതിരെ കേസ്. ഗർഭകാലത്ത് നടത്തിയ സ്കാനിങ്ങുകളിൽ കുട്ടിയുടെ വൈകല്യം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന പരാതിയിലാണ് നടപടി. സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് റിപ്പോർട്ട് തേടി. ആലപ്പുഴ കടപ്പുറത്തെ സർക്കാർ വനിതാ ശിശു ആശുപത്രിക്കെതിരെയും നഗരത്തിലെ മിഡാസ്, ശങ്കേഴ്സ് എന്നീ ലാബുകൾക്കെതിരെയുമാണ് ഗുരുതര ആരോപണം. നവംബർ 8-നാണ് ആലപ്പുഴ ലജനത്ത് വാർഡിൽ സുറുമി പ്രസവിക്കുന്നത്. കുഞ്ഞിന്റെ ചെവിയും കണ്ണും യഥാസ്ഥാനത്തായിരുന്നില്ല. വായ തുറക്കുന്നില്ല. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവുണ്ട്. കുഞ്ഞിന് കണ്ണു തുറക്കത്തില്ല. മുലപ്പാൽ വാണ്ട് കുടിക്കാൻ പറ്റത്തില്ല. ട്യൂബ് ഇട്ടിട്ട് അതിൽ വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ ഹാർട്ടിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ്. ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടേഴ്സ് വൈകല്യം അറിയിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രസവത്തിന്റെ അന്നാണ് ഡോക്ടർ ഇക്കാര്യത്തെക്കുറിച്ച് അനീഷിനോട് പറയുന്നത്. ഇങ്ങനെ സ്കാനിംഗ് സെന്ററിന്റെ ഭാഗത്തു നിന്നുണ്ടായ അപാകതയാണ്. അത് മെൻഷൻ ചെയ്യാഞ്ഞിട്ടോ അതോ ചെയ്തിട്ടും WNCയിലെ ഡോക്ടർ ഷേർലി മാഡം ഇത് നമ്മളോട് പറയാതിരുന്നതാണോ എന്നും നമുക്കറിയത്തില്ല. ആലപ്പുഴ സൗത്ത് പോലീസ് നൽകിയ പരാതിയിൽ വനിതാ ശിശു ആശുപത്രിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കെതിരെയും ലാബിലെ 2 ഡോക്ടേഴ്സിനെതിരെയും കേസെടുത്തു. റേഡിയോളജിസ്റ്റിനുണ്ടായ പിഴവിന് തങ്ങളെ പഴിക്കുന്നുവെന്ന് കേസിലെ 1-ാം പ്രതി ഡോക്ടർ പുഷ്പ 24-നോട്. അനോമലി കണ്ടുപിടിക്കുന്നത് 5-ാം മാസത്തെ സ്കാനിങ്ങിലാണ്. അത് ഗൈനക്കോളജിസ്റ്റ് അല്ല, റേഡിയോളജിസ്റ്റ് ആണ് അനോമലി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ആകെ 7 സ്കാനിങ്ങുകളാണ് നടത്തിയത്. ആലപ്പുഴ നഗരത്തിൽ തന്നെയുള്ള മിഡാസിലും ശങ്കേഴ്സിലുമായിരുന്നു പരിശോധന. 2 ലാബുകളിൽ നടത്തിയ പരിശോധനയിൽ ഡോക്ടറുടെ സാന്നിധ്യമില്ലെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. അതേസമയം 7-ാം മാസത്തിൽ നടത്തിയ സ്കാനിങ്ങിൽ പോലും കുട്ടിയുടെ വൈകല്യം കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് ശങ്കേഴ്സ് ലാബിലെ റേഡിയോളജിസ്റ്റ് ഡോക്ടർ എബിൻ പറഞ്ഞു. സംഭവത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവിനാണ് അന്വേഷണ ചുമതല. ലാബ് റിപ്പോർട്ടുകളും അത് ഹാജരാക്കണം, മെഡിക്കൽ ബോർഡിന് ഹാജരാക്കണം. ചികിത്സിച്ച ഡോക്ടേഴ്സ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്, കേസ് റിപ്പോർട്ടുകൾ അത് ഹാജരാക്കണം. മെഡിസിൻ എന്തൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് അതെല്ലാം ഹാജരാക്കിയ ശേഷം ബോർഡിന്റെ ഒപ്പീനിയനാണ് പ്രധാനം. സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ആലപ്പുഴ DMO ജമുന വർഗീസിനോട് റിപ്പോർട്ട് തേടി. കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെ സൂപ്രണ്ട് സമർപ്പിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വിശദമായ റിപ്പോർട്ട് DMO കൈമാറും. മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധമൊക്കെ അവിടെ ഉണ്ടായി. ഗുരുതര വൈകല്യം കണ്ടെത്തിയില്ലെന്ന പരാതിയിൽ ഡോക്ടേഴ്സിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് രംഗത്തെത്തിയത്. ആശുപത്രി സൂപ്രണ്ടിനെ പ്രവർത്തകർ ഉപരോധിച്ചു. കുട്ടിയുടെയും മാതാവിന്റെയും തുടർ ചികിത്സയ്ക്കും ആരോഗ്യ സംരക്ഷണവും സർക്കാർ ഏറ്റെടുക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അത് ഏറ്റെടുക്കാമെന്ന് സൂപ്രണ്ടിന് ഉറപ്പ് പറയാനേ പറ്റത്തുള്ളൂ. രേഖാമൂലം എഴുതി തരാൻ പറ്റില്ല, എനിക്കറിയാം. ഉറപ്പ് കിട്ടിയാൽ ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ ഏത് മാർഗം സ്വീകരിച്ച് ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റാം. പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി അന്വേഷണം നടത്തുമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. പരാതി നമ്മളെല്ലാം അന്വേഷിക്കുകയും നമ്മുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങളും പറയുകയും പിന്നെ കൂടുതൽ ഉന്നതതല അന്വേഷണം DMO തലത്തിൽ നടത്തുമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പോലീസിന്റെ കേസും അതുപോലെ തന്നെ ഒരു ഡോക്ടർമാർ അവരുടെ ഭാഗം പറഞ്ഞ് നമ്മൾ റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. പിന്നെ ഇനി വേറൊരു ഔദ്യോഗിക ഒരു തല അന്വേഷണം വേറെ ഡോക്ടേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തിയല്ലേ നമ്മളത് കുഴപ്പം വന്നോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. മനീഷ്, വലിയ പ്രതിഷേധമുണ്ട്. അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്. കുട്ടിയുടെ ചികിത്സ, അമ്മയുടെ ചികിത്സ, അതൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. സർക്കാർ അത് ഏറ്റെടുക്കുമോ? അങ്ങനെ രേഖാമൂലം സർക്കാരിന് മറുപടി നൽകാൻ കഴിയുമോ എന്നാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ചോദിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ സംഘടനകളൊക്കെ അവിടെ പ്രതിഷേധത്തിലേക്ക് വരുമായിരിക്കുമല്ലോ. എന്താണ് ഇക്കാര്യത്തിൽ ഇനി സാധ്യത? ഈ പോലീസിൻ്റെ അന്വേഷണം ഏതു വഴിക്കായിരിക്കും?
വിജയകുമാർ, ഇത്തരത്തിൽ വലിയൊരു ഗുരുതര ആരോപണം അതും സീനിയറായ ഗൈനക്കോളജിസ്റ്റിനെതിരെയും സർക്കാർ ആശുപത്രിക്കെതിരെയും ഉയർന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പി, അതായത് ഡിവൈഎസ്പി റാങ്കിലുള്ള ആളുകൾ തന്നെ അന്വേഷിക്കണമെന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ആലപ്പുഴ ഡിവൈഎസ്പി MR മധു ബാബുവിനാണ് ഇത് സംബന്ധിച്ച അന്വേഷണ ചുമതല. ആലപ്പുഴ സൗത്ത് പോലീസിൽ നിന്ന് FIR രജിസ്റ്റർ ചെയ്യുകയും ഇവിടുത്തെ സീനിയർ ഡോക്ടർമാരായിട്ടുള്ള ഡോക്ടർ ഷേർലിക്കെതിരെയും പുഷ്പയ്ക്കെതിരെയും 1ഉം 2ഉം പ്രതികളാക്കിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിൽക്കുന്നത് വനിതാ ശിശു ആശുപത്രിയിലാണ്, സർക്കാർ ആശുപത്രിയിലാണ്. ഇവിടെ ഈ ആശുപത്രി തുടങ്ങിയ കാലം മുതൽ ഇവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ലക്ഷങ്ങൾ മുടക്കി ഇവിടെ ഈ സ്കാനിംഗ് ഉപകരണം വാങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം കൂടിയാണ്. എങ്കിൽ എന്തിനാണ് ഇത്തരത്തിൽ റേഡിയോളജിസ്റ്റ് ഇല്ലാതെ ഈ ഉപകരണം വാങ്ങി വെക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ ഈ അനീഷ് സുറുമി ദമ്പതികൾ അവർ കഴിഞ്ഞ 10 മാസത്തിനിടെ 7 സ്കാനിങ്ങുകൾ നടത്തി. സാധാരണഗതിയിൽ 3 or 4 നടത്തുക. ഇവിടെ 2D അൾട്രാസൗണ്ട് സ്കാൻ 7 എണ്ണം 2 ലാബുകളായി നടത്തി. ഈ ലാബുകൾ നടത്തി 7-ാം മാസം പോലും നടത്തി. ഈ സ്കാൻ നടത്തിയിട്ട് പോലും കുട്ടിക്ക് വൈകല്യമുണ്ടെന്നുള്ള കാര്യം പ്രസവിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രം, തലേ ദിവസം മാത്രം, അതായത് നവംബർ മാസം 8-ാം തീയതി കുഞ്ഞ് പ്രസവിക്കുന്നത് തലേ ദിവസം വനിതാ ശിശു ആശുപത്രിയിൽ നിന്നും വണ്ടാനം ആശുപത്രിയിലേക്ക് മാറ്റണം, ഈ ഡെലിവറിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് മാറ്റണമെന്ന് അറിയിക്കുമ്പോൾ മാത്രമാണ് ഈ വീട്ടുകാർ ഈ കാര്യം അറിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഒന്ന് ഇടപെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് കൊണ്ടാണ് നമ്മൾ തൽക്കാലം ഇടപെടുന്നത്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പിന്നീട് ഒരിക്കൽ കൂടി വരാമെന്ന് കരുതുന്നു. ആലപ്പുഴ ഈ ആശുപത്രിയിലെ പ്രശ്നങ്ങൾ, അവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല, സ്കാനിംഗ് മെഷീനുകൾ അവിടെ ചലനമറ്റ് കിടക്കുന്നു, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ വരുന്നുണ്ട്.